ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഫോർച്യൂണർ ആയിട്ടാണ്. നമ്മുടെ ബ്ലാക്ക് പാന്തർ സസ്പെൻഷൻ്റെ ഒരു അപ്ഡേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ടീനിൻ്റെ EDFC ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സസ്പെൻഷനാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുണ്ട് അത് നമ്മൾ റോഡിൽ യൂസ് ചെയ്യാൻ, അതുപോലെ ഓഫ് റോഡിൽ ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫ് റോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓഫ് റോഡിൽ ഇത് എങ്ങനെയുണ്ട് യൂസ് ചെയ്യാൻ എന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാൻ മാത്രമല്ലാണ്ട് ലോങ് ടേം യൂസർ റിവ്യൂ കൂടിയാണ് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ആരെങ്കിലും ഫോർച്യൂണർ യൂസ് ചെയ്യുന്നുണ്ട്, അവരെ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും, അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് നമ്മളുടെ ബ്ലാക്ക് പാന്തർ, അതായത് നമ്മുടെ ഫോർച്യൂണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഇത് ഫോർച്യൂണർ ആണ് കേട്ടോ, ലെജൻഡർ അല്ല. ഇത് 2021 നമ്മൾ ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതായത് റോഡിൽ കുറച്ചുകൂടി സ്മൂത്ത് ആക്കണം എന്നുള്ള ഒരു ധാരണയോട് കൂടിയിട്ടാണ് നമ്മളൊരു സസ്പെൻഷൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം എന്ന് വിചാരിച്ചത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ടീൻ സസ്പെൻഷനിലേക്ക് എത്തിയത് എന്നുള്ളൊരു കാര്യമുണ്ട്. ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ EDFC എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡാമ്പിംഗ് ഫോഴ്സ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പാണ് വരുന്നത്. ഹമ്പൊക്കെ എടുക്കുന്ന സമയത്ത് ഇലക്ട്രോണിക് ഡാമ്പിംഗ് ഫോഴ്സ് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് ആ ഒരു ചാടുന്ന സമയത്തുള്ള ആ ഒരു ജർക്കിങ് കാര്യങ്ങളൊക്കെ കുറയ്ക്കും. ഈ ഒരു വാഹനം പോകുന്ന സ്പീഡിനനുസരിച്ചിട്ട് സസ്പെൻഷൻ സ്റ്റിഫ് ആവുകയും സ്ലോ ആവുന്നതിനനുസരിച്ച് സസ്പെൻഷൻ സോഫ്റ്റ് ആവുകയും ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അത് ഓട്ടോമാറ്റിക്കലി തന്നെ നടക്കുന്നതാണ്. അപ്പോൾ ഈ സസ്പെൻഷന്റെ മെയിൻ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ടൈമിൽ നമ്മൾ പോകുന്ന ടറൈൻ അനുസരിച്ചിട്ട് ഇതിന്റെ സസ്പെൻഷൻ സ്റ്റിഫർ ആവും, സോഫ്റ്റർ ആവും എന്നുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ നമുക്ക് ഹാൻഡ്ലിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിന്റെ കാര്യം പറയുന്നത് തന്നെ വേണം. നല്ല രീതിയിൽ ഹാൻഡ്ലിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സാധാ ടാറിംഗ് ഉണ്ടല്ലോ, ഈ പഞ്ചായത്ത് റോഡ് പോലുള്ള ആ ഒരു ഇത്തിരി ബമ്പി ആയിട്ടുള്ള ടാറിംഗ്, അല്ലെങ്കിൽ റോഡ് ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നല്ല രീതിയിൽ തന്നെ കംഫർട്ട് നമുക്ക് ഈ ഒരു സസ്പെൻഷൻ നമുക്ക് നൽകുന്നുണ്ട്. അത് പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ കംഫർട്ടും കൂടിയിട്ടുണ്ട്. ഇതിന് സെൻസർ യൂണിറ്റ് വരുന്നുണ്ട്, മോട്ടോർ യൂണിറ്റ് വരുന്നുണ്ട്, GPS-ന്റെ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ GPS-ൽ നമ്മൾ പോകുന്ന സ്പീഡിനനുസരിച്ച് നമുക്കിതിൽ സസ്പെൻഷൻ സ്റ്റിഫർ ആക്കാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു യൂസർ റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സസ്പെൻഷൻ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാഹനം ഏകദേശം 70,000 കിലോമീറ്ററാണ് വാഹനം ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സർവീസിനോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസിനെ പറ്റിയിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. 2.25 lakhs rupees-ആണ് നമ്മളിത് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ സസ്പെൻഷൻ്റെ റേറ്റ് വന്നത്, കോസ്റ്റ് വന്നത്. ഇപ്പോൾ ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറവായിരിക്കാം. ഇപ്പോൾ എനിക്ക് അതിൻ്റെ കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന സസ്പെൻഷൻ. ഒരു ഗ്രീൻ കളറിലാണ് ടീനിൻ്റെ ഈ ഒരു സസ്പെൻഷൻ കിറ്റ് നമുക്ക് വരുന്നത്. ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഡാമ്പിംഗ് ഫോഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു അപ്ഡേഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്രാമ് ജസ്റ്റ് ഒന്ന് മാറ്റാനുള്ളൊരു ഉദ്ദേശമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ റിയറിലും നമുക്ക് സസ്പെൻഷൻ ഇതേപോലെ ഗ്രീൻ തന്നെയാണ് വരുന്നത്. കോയിൽ സ്പ്രിംഗ് നമുക്ക് ഗ്രീൻ തന്നെയാണ് വരുന്നത്. പിന്നെ 2 ഇഞ്ചിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ടയറിൻ്റെ ബാക്ക് സൈഡിലാണ്. അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റില്ല. അത് നമ്മൾ ഇനി ഡോർ തുറന്ന് ഉള്ളിൽ നോക്കാന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് വരുന്ന ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഡിസ്പ്ലേ യൂണിറ്റ് ഓൺ ആവുന്നുണ്ട്. ഒരു സൗണ്ട് കേൾക്കാം. സ്റ്റിഫ്നെസ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത ആ ഒരു സൗണ്ടാണ് കേട്ടത്. ഇപ്പോൾ ഇവിടെ GPS എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നത് കാണാം. GPS സെൻസ് ചെയ്തിട്ടില്ല. ഇനി GPS സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ km/h എന്ന് കാണാം. അതിൽ നമുക്ക് 0 എന്ന് കാണിക്കും. കണ്ടില്ലേ? ഇപ്പോൾ സെൻസ് ചെയ്തു 0 ആണ്. കാരണം വാഹനം ഇപ്പം മൂവ് ചെയ്യുന്നില്ല. അത് കാരണം ഇവിടെ 0 ആണ് കാണിക്കുന്നത്. ആ ഭാഗത്ത് കണ്ടില്ലേ? ആ കാണുന്ന GPS-ന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഇവിടെ പോകുന്ന കിലോമീറ്റർ സ്പീഡ് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് റെഡിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് സെൻസ് ചെയ്തിട്ട് സസ്പെൻഷൻ അതിനനുസരിച്ച് സ്റ്റിഫ് ആവുന്നത് കേട്ടോ. ഇവിടെ ബട്ടൺസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മോഡ്, അതുപോലെ ഡിസ്പ്ലേ, എൻ്റർ, ബാക്ക്, പിന്നെ റോട്ടറി നോബാണ് വരുന്നത്. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യാനും പറ്റും. മൾട്ടി ഫംഗ്ഷൻ ബട്ടൺസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട്. സിംഗിൾ പ്രസ്സും അതുപോലെ ലോങ് പ്രസ്സും. ഇതിൽ നമുക്ക് മോഡ് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ GLSA എന്നായിട്ടുണ്ട്. ഇതൊരു മോഡാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് മോഡുകൾ നമുക്കിതിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ M എന്ന് കാണാം ഈ ഭാഗത്ത്. ഇത് മാനുവൽ മോഡാണ്. അപ്പോൾ ഈ മാനുവൽ മോഡിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവിടെ കണ്ടില്ലേ, ഫ്രണ്ട് അതുപോലെ റിയറൊക്കെ നമുക്ക് സസ്പെൻഷൻ സ്റ്റിഫർ ആക്കാനും സോഫ്റ്റർ ആക്കാനും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് എങ്ങാനും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ സ്റ്റിഫർ ആക്കിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2-3 പോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ ഒരു പൊടിക്ക് ലെഫ്റ്റിലേക്ക് വണ്ടി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് കാരണമാണ് ഈ ഒരു പോയിന്റുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. റൈറ്റ് സൈഡിലേക്ക് വാഹനം ചെരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ പോയിന്റ് കാണിക്കാൻ പറ്റും. ഇനി നമ്മൾ വണ്ടീനെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. വണ്ടി നമ്മൾ ഒന്നുകൂടി ചെരിക്കുകയാണെന്ന് വെക്കുക.
ഇപ്പോൾ നമ്മുടെ വാഹനം കണ്ടില്ലേ, ഒരു ചെറിയ ഇറങ്ങുന്ന പോലെയാണ് നിൽക്കുന്നത്, കണ്ടോ? അപ്പോൾ ഇവിടെ കണ്ടില്ലേ, അത് സെൻസ് ആവുന്നത് കാണാം. നമ്മുടെ ഫ്രണ്ടിലേക്ക് വെയിറ്റ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒന്നും കൂടിയും ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെയിറ്റ് പോകുന്നത്, ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ കറക്റ്റ് പോയിന്റുകളുടെ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഷൻ സ്റ്റിഫർ ആവുകയും സോഫ്റ്റർ ആവുകയും ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് റെഡിക്കും ഈ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. രാത്രി ആവുമ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, രാവിലെ ആകുമ്പോൾ അതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി കൂടും. അതായത് പകൽ സമയത്ത് നമുക്ക് കറക്റ്റ് കാണാനായിട്ടുള്ള സെൻസറാണ് ഈ ഒരു സെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രാത്രി ആകുമ്പോൾ അത്ര ലൈറ്റിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡിം ആവും. അപ്പോൾ അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ ആ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു റോഡ് കൂടെയാണ് പോയോണ്ടിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഫുൾ ഫാമിലി ആയിട്ട് ഇപ്പോഴും നമ്മളുടെ 7 സീറ്റിൽ മൊത്തം ആൾക്കാർ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ എല്ലാ യാത്രകളും പോകാറുള്ളത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നെഗറ്റീവ് സസ്പെൻഷൻ മാറ്റിയത് കൊണ്ട് വീട്ടുകാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കോർണറൊക്കെ എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. വലിയൊരു സ്ട്രെയിൻ ചെയ്തിട്ടൊന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം സ്റ്റേബിൾ ആണ്. ഇത്ര സ്റ്റേബിൾ അല്ലായിരുന്നു ഇതിന്റെ സ്റ്റോക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ സ്റ്റേബിൾ ആണ് വണ്ടി. തൊട്ടിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഭയങ്കര സോഫ്റ്റ് ആയത് കാരണം ആ ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുക. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് എന്ന് തന്നെയാണ് പറയണം. അത്ര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹമ്പ് ചാടുമ്പോൾ ഇതിന്റെ 3rd റോയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും അത്ര കംഫർട്ടബിൾ ആയില്ല. കാരണം അത്ര സോഫ്റ്റ് ആയത് കാരണം ഇതിന്റെ കോയിൽ സ്പ്രിങ് ഫുള്ളായിട്ട് ആക്ഷനിലേക്ക് വരും. ആ ഒരു ഇടി നമ്മുടെ 3rd റോയിലേക്ക് നന്നായിട്ട് എടുക്കും. അപ്പോൾ നമ്മളിത് ഇവിടെ അത്യാവശ്യം നല്ലൊരു കോർണറാണ്. നല്ല സ്റ്റേബിൾ ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ കണ്ടില്ലേ, ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. വണ്ടി സ്റ്റേബിൾ തന്നെയാണ്. നമുക്ക് കയ്യിൽ നിന്ന് പോകുന്ന പോലുള്ള ഫീലിങ്സ് ഒന്നും നമുക്ക് വരുന്നില്ല. വലിയ ഹൈ സ്പീഡിലേക്കൊക്കെ പോകുന്ന സമയത്താണ് നമുക്ക് ഇതിന്റെ സസ്പെൻഷൻ ഓട്ടോമാറ്റിക്കലി ഇവിടെ സ്റ്റിഫ് ആവും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇതിന്റെ സസ്പെൻഷൻ കംപ്ലീറ്റ് ട്യൂണിങ് മാറും. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെ നമുക്ക് ഹൈവേയിലും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല റോട്ടിൽ നിന്ന് നല്ലൊരു പഞ്ചായത്ത് ടാർ ചെയ്തിട്ടുള്ള ഒരു റോഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു റോഡ് കൂടെ പോകുമ്പോൾ അങ്ങനെ റെഡിക്കും നമ്മൾ പഴയ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള അങ്ങനത്തെ ആ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ജർക്കിങ്ങോ കാര്യങ്ങളൊന്നും വണ്ടിയിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ആദ്യം ഇങ്ങനെയൊന്നല്ല ഈ റോഡ് കൂടെ വരുമ്പോൾ ഉണ്ടായിരുന്നത്. അത് കാരണം നമ്മൾ മെയിനായിട്ട് സസ്പെൻഷൻ മാറ്റാന്ന് വിചാരിച്ചത് തന്നെ. ഇപ്പൊ ആ ഒരു ഹമ്പൊക്കെ ചാടിപ്പോ കണ്ടില്ലേ, ഇങ്ങനെ നല്ലൊരു ആ ഒരു ഫീലിംഗ് ആണ്, തൊട്ടിലിരുന്ന് ആടുന്ന ഒരു ഫീലിംഗ് ആണ് ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സസ്പെൻഷൻ നമുക്ക് ഓഫ് റോഡ് പർപ്പസിനേക്കാൾ നല്ലത് റോഡ് പർപ്പസ് ആണ്. ഇത് 4 വീൽ ഡ്രൈവ് ഉള്ള സസ്പെൻഷൻ തന്നെയാണ്. പക്ഷെ എന്നാലും ഓഫ് റോഡ് പർപ്പസിനേക്കാൾ ബെറ്റർ ആണ് ഇത് റോഡ് പർപ്പസിന് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്കത്ര നല്ലതാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ഇങ്ങനത്തെ റോഡുകളിലായത് കാരണമാണ് നമ്മൾ സസ്പെൻഷൻ മാറ്റാനുള്ള ഒരു കാരണം ഉണ്ടായത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് പാച്ചാണ്, കംപ്ലീറ്റ് പാച്ച് ചെയ്തിട്ടുള്ള റോഡാണ്. അപ്പോൾ ഇങ്ങനത്തെ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ടയർ ലൈഫും കിട്ടണം എന്നില്ല കേട്ടോ. അതാണ് മറ്റൊരു കാര്യം. നമ്മളിപ്പോൾ ഹൈവേ കൂടെ മാത്രമല്ലല്ലോ യാത്ര ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ഇങ്ങനത്തെ റോഡുകളിലൂടെയാണ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുണ്ടും കുഴിയുള്ള റോഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. വലിയൊരു ജർക്കിങ്ങോ കാര്യങ്ങളൊന്നും, അതായത് സ്റ്റോക്ക് സസ്പെൻഷനിലുള്ള അത്രയ്ക്കൊരു പ്രശ്നങ്ങളൊന്നും ഈ ഒരു സസ്പെൻഷനിലേക്ക് വരുന്നില്ല എന്ന് പറയാം. ഇതപ്പോൾ ഇവിടെ ഒരു ഹമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ, ആ ഹമ്പൊക്കെ ഫ്രണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഡാമ്പിങ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് റോഡില്ലാത്തൊരു സ്ഥലത്തു കൂടെയാണ്. ഇവിടുത്തെ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. കല്ലും മുട്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ അതുപോലെയുള്ള റോഡുകളിലും ഇതുപോലുള്ള റോഡുകളിലൊക്കെ ഈ സസ്പെൻഷൻ ഏറ്റവും ബെറ്റർ ആണ്, ഹൈവേസിന് ബെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യൂ.